ഇതിലാണ് കേട്ടോ, ഇതാണ് പേര് 34. ഇതിലാണ് ഞാൻ പറഞ്ഞ വഴി. നമുക്കൊന്ന് പോയി നോക്കാം. കോൺക്രീറ്റ് ഒക്കെ ചെയ്തിരിക്കും കേട്ടോ. ഇതിനകത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. എന്താ പറയുക, പണ്ട് ഞാനൊരു ഇത് ഒരു എന്താ പറയുക കുറേ ദൂരം ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന പോലെ. ഇതൊക്കെ എസ്റ്റേറ്റുകളാണ്, ഓരോരുത്തരുടെ സ്ഥലങ്ങളാണ്, വലിയ വലിയ മുതലാളിമാരുടെ സ്ഥലങ്ങളാണ്. റോഡ് അത്രേ ഉള്ളൂ കേട്ടോ. വീടുകളുള്ള ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. താഴോട്ട് കോൺക്രീറ്റ് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പണ്ട് എത്രയോ വർഷം മുമ്പ് വന്നു കേട്ടോ. ആ ഓർമ്മയിൽ പറയാനാണ്. ഒരുപാട് കാലമായി. ഇല്ല, കോൺക്രീറ്റ് ഒന്നുമില്ല. പണ്ട് കൂട്ടുകാരുടെ കൂടെ എന്താ പറയുക, ഇവിടെ കണ്ട ഒരു വീട്ടിൽ പുള്ളിയിലൂടെ വണ്ടിക്കകത്ത് കയറി വന്നിട്ടുണ്ട്. കോൺക്രീറ്റ് പരിപാടിയൊന്നും ഇല്ല. എന്നുവെച്ചാൽ ഇവിടെ കണ്ട ഒരു ഫാമുണ്ട് ഈ ഭാഗത്തും കണ്ട ഒരാൾക്ക്. പുള്ളിയുടെ അടുത്ത് കച്ചി ഇറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. വഴി നല്ല മോശം തന്നെയാണ്. ഈ വഴി അങ്ങനെ പലർക്കും പരിചയം ഉണ്ടാവില്ല കേട്ടോ. അത് അറിയാൻ വഴി ഉണ്ടാവില്ല ഈ വഴി ശരിക്കും. കാരണം എന്താ പറയുക, ഇവിടുത്തെ നാട്ടുകാർക്ക്, ഇവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ ഈ വഴിയെക്കുറിച്ച് അറിയുള്ളൂ. പുറമേ നിന്ന് വരുന്ന ആർക്കും അറിയില്ല. അത്ര സുപരിചിതമല്ല ഈ വഴി. അതുമാത്രമല്ല, ഇതിനുള്ളിലോട്ട് നമ്മൾ പോകുന്നതിന് ഉള്ളിലോട്ട് ഒരുപാട് വീടുകളുണ്ട്. ഒരുപാട് വീടുകളെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു മക്കൾ പഠിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ എൻ്റെ ഇവിടെ വീടിനടുത്ത് തന്നെ ടൗണിൽ തന്നെയാണ് സ്കൂള്. അപ്പോൾ ആ സ്കൂളിലാണ് ഒരുപാട് പിള്ളേർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചേട്ടൻ ജീപ്പുണ്ട്, 4 വീൽ വണ്ടിയാണ്. അതേ ഇതിൽ കൂടി പോകുള്ളൂ മഴക്കാലമൊക്കെ ആകുമ്പോൾ. അപ്പോൾ ചേട്ടൻ എല്ലാ ദിവസവും അവിടെ നിന്ന് പിള്ളേരെ കൊണ്ടുവരുന്നതാണ്. ഈ സ്ഥലത്തിനൊരു പേര് പറയും. അപ്പം ആ വഴി എല്ലാ ദിവസവും ചേട്ടൻ പിള്ളേരെ കൊണ്ടുവരും. അപ്പം എത്രയോ കാലങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാനിതിനു മുമ്പ് ഒരു പ്രാവശ്യം ഈ പണ്ട് ഇലക്ട്രോണിക്സിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്, TV ഒക്കെ വന്ന കമ്പനിയായിരുന്നു. അപ്പോൾ അന്നേരം ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇവരെങ്ങനെ വിളിക്കുകയെന്ന് വെച്ചാൽ, മഴയെല്ലാം തീർന്നു കഴിഞ്ഞ് ഏകദേശം മഴക്കാലം കഴിയാറാകുന്ന സമയത്ത് അവർ വിളിക്കുക. കാരണം ഒറ്റ പ്രാവശ്യം പോയി വരാനൊക്കെ ഉള്ള പാടാണ്, ഭയങ്കര പാടാണ് പോയി വരണമെങ്കിൽ തന്നെ. ഒരുപാട് പ്രാവശ്യം ഓരോ പ്രാവശ്യം പോയി വരാനൊന്നും പാടാം. അപ്പം ആശാനും ഞാനും കൂടി പോകും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറ്റ പോക്ക് പോകും. അപ്പോൾ അടുത്തടുത്തുള്ള വീട്ടിലൊക്കെ TV കംപ്ലൈൻറ്റ് ഉണ്ടാവും. അങ്ങനെ ആ പോകുന്ന പോക്കിന് എനിക്ക് വന്നാൽ ഏകദേശം ഒരു 10-15 വീട് കയറി നന്നാക്കിയിട്ടാണ് വരിക. അതായിരുന്നു ഇവിടുത്തെ സ്ഥിതികൾ. അപ്പോൾ അതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട് ഈ വഴിക്ക് പോകുമ്പോൾ. പണ്ട് ചെറിയ പ്രായത്തിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഈ വഴിക്ക് അങ്ങനെ വന്നിട്ടുള്ള ഓർമ്മയാണ് മെയിനായിട്ട്. ചേട്ടൻ ഭയങ്കര കാര്യമായിട്ട് നോക്കുന്നത്, വടിയെല്ലാം കുത്തിപ്പിടിച്ച് നടക്കുന്നത്. കുറേ ദൂരം നടക്കാണ്ട് തോന്നുന്നു. എൻ്റെ പുറകെ ഇരുത്തി പിന്നെ പുള്ളിക്ക് ഒന്നാതെ നടക്കാനാവുന്നില്ല. എൻ്റെ പുറകിൽ കൂടി ഇരുന്ന് പുള്ളി അഥവാ വീടിട്ടുണ്ടല്ലോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ കൂടി മണ്ണൊക്കെ ഇട്ട് വൃത്തികേടാക്കിയിട്ടുണ്ട് കേട്ടോ. എവിടുന്നോ മണ്ണ് കുറേ. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ തെന്നി വീഴും നന്നായിട്ട്. കുറച്ച് ദൂരം നന്നാക്കിയിട്ടുണ്ടേ, ഒരുപാടൊന്നും ഇല്ലെങ്കിലും. ഈ ചുമ ഭയങ്കര എന്നെ പിടിവിടാണ്ട് പിടിച്ചേക്കുക. പനിയില്ല, ജലദോഷം മാറുന്നില്ല, അതാണ് പ്രശ്നം. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അയ്യോ കാടിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ, അതിമനോഹരമാണ്. കാരണം അഡ്വഞ്ചറൊക്കെ അല്ലെങ്കിൽ ഇതുപോലെ കാടിനുള്ളിലൊക്കെ വണ്ടികളൊക്കെ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല സൂപ്പർ സ്ഥലമാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഒന്നും പറയാനില്ല. വലിയ മൈതാനമുണ്ട് കേട്ടോ. നമ്മളൊക്കെ പ്രായത്തിൽ ഇവിടെ നിന്ന് കളിക്കും. പിള്ളേരൊന്നുമില്ല. ഈ എന്താ പറയുക, ഇപ്പുറ സൈഡൊക്കെ എസ്റ്റേറ്റുകൾ, തോട്ടങ്ങൾ, തേയിലത്തോട്ടങ്ങൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഒരു എൻ്റെ വീടിനടുത്തുള്ള ചേച്ചിമാരൊക്കെ ഇവിടെ വന്ന്
സ്ഥിരം ജോലിക്കാരുണ്ട് തോട്ടം തേയില പറിക്കാനൊക്കെ. അവരൊക്കെ റിട്ടയർഡായി. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട് ഇവിടെ. തോട്ടങ്ങളെല്ലാം കഴിഞ്ഞ് കുറേ ഓടുമ്പോഴാണ് കാട്ടിലോട്ട് കയറുന്നത്. വഴി മാറിപ്പോയി. ഇല്ലടാ, വഴി മാറിപ്പോയി. എന്നാ വഴി? നല്ല ആദായം കിട്ടുന്ന സ്ഥലങ്ങളാട്ടോ. എന്നുവെച്ചാൽ തേയില, കാപ്പി, മുളക് അന്ന് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് നനയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളും പിന്നെ വണ്ടി വരാനുള്ള വഴികളൊക്കെ എല്ലാം ഉണ്ട്. വെള്ളത്തിന് നല്ല വഴിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നല്ല ആദായം കിട്ടുന്ന സ്ഥലം ഒന്നാമത് മെയിൻ ഫാക്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്താ നമുക്കറിയാം. പിന്നെന്താ, അതുകൊണ്ടൊക്കെ തന്നെ ഇവർ കാപ്പിയൊക്കെ സമയത്ത് നനച്ചൊക്കെ കൊടുക്കും. എന്നുവെച്ചാൽ കാപ്പിക്ക് നനയൊക്കെ കിട്ടുന്ന നന്നായിട്ട് എന്താ പറയുക, നന്നായിട്ട് വളരും കാപ്പി. അങ്ങനത്തെ ഗുണമൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർ താമസിക്കല്ല, എന്താ പറയുക, മുതലാളിമാർക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ കൂടാറൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ചെറിയൊരു ഈ പരിപാടി നടക്കൂല. എന്തൊരു ഷൂ ഒക്കെ ഇടിച്ച് വരണം. ഇവിടെ ചെളി പിടിച്ചിരിക്കുന്നുണ്ട്. മണ്ണിട്ട് പോയിട്ടേ, സാധാരണ ഇവിടെ നിന്ന് മണ്ണിട്ട് പോയിട്ട് മൊത്തം ചെളിയായിട്ടുണ്ട്. എന്താ പറയുക, തെന്നി നല്ല തെന്നല, നല്ല വഴുകുന്ന പോലത്തെ മണ്ണായതുകൊണ്ട് തെന്നി വീഴും. ഇപ്പോൾ ഒരു കാടിൻ്റെ റിയാലിറ്റിയോട് ശരിക്കും അറിയില്ല. ഇവിടെ വേറൊരു ഡിസ്കൗണ്ട് കേട്ടോ, ആനപ്പിണ്ടാണ് കിടക്കുന്നത്. ആനയുണ്ടെങ്കിൽ ഞാനിറങ്ങി ഓടും, ഒന്നും ചെയ്യില്ല, ഞാനിറങ്ങി തലപ്പെടുക്കില്ല. ആന ഉണ്ടാവും, കാരണം അത്ര ആരെയും കൂട്ടി വരായിരുന്നു, ഒറ്റയ്ക്ക് വരണ്ടായിരുന്നു. ഇതെല്ലാം എന്താ പറയുക, ഫോറസ്റ്റ് ഏരിയ ആണ്. ഫോറസ്റ്റിൻ്റെ സെൻറ്ററിൽ കൂടി വഴി. ഈ ഒരു നല്ല ഇത് വഴി റെഡിയാക്കി കഴിഞ്ഞാൽ ഒരുപാട് ദൂരം ലാഭമുണ്ട്. നേരെ നെടുമ്പോയി എത്തുന്നേക്കാൾ ഒരുപാട് ദൂരം ലാഭമുണ്ട് വഴി റെഡിയാക്കി കഴിഞ്ഞാൽ. ഇത് കുറേ മെച്ചപ്പെട്ടു കേട്ടോ. അതിങ്ങനെ നല്ല കുണ്ടും കുഴിയും അതിലിങ്ങനെ ഉരുളം കല്ലുകളായി ഒരുപാട് മെച്ചമായി. ഇരുപതാമത്തെ വണ്ടികൾ പോയി തുടർന്നിട്ടുണ്ടാകും. അങ്ങനെ ഒരാ വഴിയില്ല, ഒന്നുമില്ല. ചെറിയൊരു കണ്ടുപോകുന്നുണ്ട്. അവിടെ ഈ കണ്ടെത്താ ദൂരത്തിൽ ഇങ്ങനെ കത്തുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്മാരെ കാണിക്കുന്നുണ്ട് വഴിക്ക്. അത് വലിയൊരു ഹൈലൈറ്റ് ആണ്. ഒരു മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്മാരെ കാണും. വെറൈറ്റി പാട്ടൊക്കെ ഇപ്പൊ തുള്ളി പോകേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ അയ്യോ അയ്യോ, വണ്ടിക്കകത്ത് എണ്ണ കുറവാണ്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ വണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് നന്നായിട്ട് കറങ്ങുകയായിരുന്നു. എണ്ണ കുറവാണ്. 26 എന്തായാലും ഉണ്ട്, അതിനുള്ള എന്തായാലും ഉണ്ട്. വഴി ഒരുപാട് മെച്ചപ്പെട്ടു. പക്ഷെ ഒരു മണ്ണക്കിട്ടില്ല, നല്ല സുഖമായിട്ട് വരുന്നത്. കല്ലുകൾ കുറേയൊക്കെ നന്നാക്കി. അതുകൊണ്ട് കല്ല് ഇതിപ്പോൾ 4 വീലർ വണ്ടിക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് കയറി വരാം. 4 വീലല്ല, അതാ കാറുകളൊക്കെ കയറി വരാം. അതിന് അടിയൊന്നും തട്ടത്തില്ല.
നല്ല രീതിക്ക് മെച്ചപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു കോൺക്രീറ്റാണ്, നല്ല ടാറിങ് കിട്ടുകയാണെങ്കിൽ വഴി ഗംഭീരമാണ്. മാസ്കരികൾ ഒന്നും പറയണ്ട. ഫുള്ള് ഫോറസ്റ്റാണ്. പറയാനൊന്നും ഒരുപാടില്ല. എൻ്റെ പുലിയും വന്ന പിടിച്ചോണ്ട് പോകും. വേറെ ഒന്നുമില്ല, അത്ര തന്നെ. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് 3 കിലോമീറ്ററോളം വന്നിട്ട് അത്രയും ദൂരത്ത് ആ കാടിന്റെ സെൻട്രൽ ഭാഗത്താണ് വീടുകൾ. നിങ്ങളത് ഓർക്കണം. ഇവിടെയുള്ള മനുഷ്യന്മാരൊക്കെ എങ്ങനെ ഇതാക്കുന്നു, എങ്ങനെ വരുന്നു, എങ്ങനെ ജീവിക്കുന്നു. കാരണം ടൗണിലൂടെ എത്തണമെങ്കിൽ അവർക്ക് കൂടുതൽ കഷ്ടപ്പെടുന്ന അറിയിക്കുന്നത് ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു വണ്ടി പോലും ശരിക്കും എത്തൂല. സത്യം പറയാം, മഴക്കാല തീരെ കൂടി ജീപ്പ് മാത്രം പോകും. 4 വീലിന് പിടുത്തമുള്ള വണ്ടികൾ മാത്രമേ ഇതിൽ കൂടി പോകും. അത്രയ്ക്ക് അബദ്ധമാണ് ഇവിടെ, ഒന്നും പറയാം. അമ്മേ, ഈ വഴി അങ്ങനെ ആർക്കും പറ്റില്ല. അത് ഞാൻ പറഞ്ഞു. വേറൊരു കാര്യം, വണ്ടി ബ്രേക്ക് ഞാൻ ശരിയാക്കി, പക്ഷെ ബ്രേക്കിൽ ബ്രേക്ക് ഇച്ചിരി കുറവുണ്ട്. അതുകൊണ്ട് കാര്യം നാളെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് കാണിക്കണം. ബ്രേക്കിൽ ഭയങ്കരമായിട്ട് ബ്രേക്ക് കുറവുണ്ട്. അത് റെഡിയാക്കിയായിരുന്നു. വണ്ടി അത് ഓഫായി പോകുന്നത്. റിസർവ് ആയത് കേട്ടോ. ഇങ്ങനെ നിർത്താനേ പാടില്ല. പുലിയാണോ കടുവയാണോ? അമ്മേ 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 അമ്മേ. കുറച്ച് നല്ല പുറത്ത് നല്ല വെളിച്ചമുണ്ട്. നമ്മൾ വരുന്ന മെയിൻ റോഡിൽ കണ്ടില്ല, പുറത്ത് നല്ല വെളിച്ചമാണ്. പക്ഷെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടല്ലോ, ഇരുട്ടോ ഒന്നും പറയാനില്ല. അത്ര ഇരുട്ടാണ്. എന്നിട്ട് ആ നേരിട്ട് വന്ന് ആസ്വദിക്കണം. എന്നാലും ആ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും വഴിക്ക് വരിക. എന്നുവെച്ചാൽ മാനന്തവാടിയിൽ നിന്ന് പേരിയയിലോട്ട് വരിക. പേരിയയിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഓടിക്കുന്ന 34, 1.5 കിലോമീറ്റർ ഓടിക്കുന്ന 34 നിന്ന് ഈ വഴി ചോദിച്ചാൽ മതി. ഇങ്ങോട്ടേക്ക് സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. വഴി ഏതാന്ന് വഴി എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഓർമ്മ വരുന്നില്ല ഏതാണ് സ്ഥലം ഏതാണ്. ആ വഴി ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഈ വഴിക്ക് അത്ര അടിപൊളിയാണ്, നല്ല രസമുണ്ട്, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഇങ്ങനെ എന്താ പറയുക, നല്ല യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സൂപ്പർ എന്ന് പറഞ്ഞാൽ മാസ്മരി, ഒന്നും പറയാനില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ ഇടുങ്ങി പോയി കഴിഞ്ഞാൽ ഇവിടെ കറക്കേണ്ടത്. നമുക്ക് ഏകദേശം ആൾക്കാരൊക്കെ ഉള്ള സ്ഥലം വരെ പോകാം, വീടുകളൊക്കെ ഉള്ള സ്ഥലം വരെ എന്തായാലും പോകാം. കണ്ടോ, ഇവിടെയൊക്കെ വീടുകളുള്ള സ്ഥലങ്ങൾ എത്താറുണ്ട്. അടിപൊളി. ഇവിടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയും ദൂരം ഓടി വന്നിട്ടാണ് ഇവിടെ എത്തുന്നത്. അത് മനസ്സിലാക്കണം, ഇവിടുത്തെ ആൾക്കാരുടെ സ്ഥിതി മനസ്സിലാക്കണം. എന്താ സ്ഥിതി എന്നുള്ളത്. പിള്ളേരുടെ കളിക്കുന്നുണ്ട്. വലിയ പിള്ളേർ വളർന്നു, ചെറിയ ആൾക്കാർക്ക് പിള്ളേർ ചേട്ടന്മാരും എല്ലാവരും നല്ലൊരു ഗ്രൗണ്ടുണ്ട്. ഇത്രയും സെറ്റപ്പായി വെറുതെ ഇറങ്ങിയ ഈ ആ വഴി നല്ലതാണോ? താഴോട്ട് ഇവിടുത്തെ എവിടെ ചെന്ന് ചാടും? ഞാൻ പേര് അങ്ങനെ മനസ്സിലായില്ല. അയ്യോ, ചെന്നു പോകട്ടെ, അല്ലെങ്കിൽ തിരിച്ചങ്ങ് വരാം. ആന ഇറങ്ങിയിട്ടുണ്ടോ? അവിടെ വരുന്ന വഴിക്ക് പിണ്ടല്ലോ കിടക്കുന്നുണ്ടായിരുന്നു. അത് ശരി, വെറുതെ അവിടെ വരുന്ന പോയിട്ട്
കളിക്കാൻ പോകണോ? ആ പോയിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ചേട്ടനാണ് ഇവിടെയുള്ള പിള്ളേരെയൊക്കെ കൊണ്ടുവരുന്നത്. ഈ വഴിക്ക് കോൺക്രീറ്റ് ആണ് പറഞ്ഞത്, മറ്റേ വഴി 300 കിലോമീറ്റർ ഉള്ളൂ. 300 കിലോമീറ്റർ ഫുള്ള് ഡേഞ്ചറാന്ന് പറഞ്ഞത്. ഈ വഴിക്ക് ഫുൾ കോൺക്രീറ്റ് ആണ് പറഞ്ഞത്. ഇങ്ങോട്ടാ? ഓക്കെ, ചെന്ന് നോക്കാം. കേരളത്തിന് അല്ല പോവാൻ വേണ്ടി ഈ വഴിക്കോ? കുറെ ഉണ്ടോ? ചേതോ നേരെ ഇത് വേറെ നോക്കാന്നില്ല, നേരെ തന്നെ പോയപ്പോ കേരളത്തിലാടാ. ആ ചേട്ടൻ തന്നെ മനസ്സിലായില്ല. അത് വലിയൊരു സംഭവം എന്ന് വെച്ചാല് ഹെൽമെറ്റ് ഇട്ടോട്ട് പുള്ളിക്ക് മനസ്സിലാവുന്നില്ല ഇവരെ ആരടാത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ കേട്ടോ. അത്രയും ദൂരം വന്നിട്ടാണ് കേരളത്തേക്കാണ് സ്ഥലത്തേക്ക് ഇറങ്ങുന്നത്. അപ്പം അത്രയും ദൂരം വന്നിട്ടാണ് എന്ത് വീടുകളുള്ള സ്ഥലങ്ങളെത്തുന്നത് കണ്ടോ നിങ്ങൾ. ഇവിടെ ഭയങ്കര നല്ല വ്യൂ ആട്ടോ. എൻ്റെ മണ്ടയ്ക്ക് ഒന്ന് കാണാൻ അടിപൊളി സൂപ്പറാണ്. അയ്യോ, കേരളത്തിൽ പോയിട്ട് എന്തായാലും എണ്ണ അടിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അയ്യോ അടിപൊളി, നല്ല സ്ഥലം കാണാം കേട്ടോ. താഴോട്ട് എന്താ പറയുക, നല്ല വെയിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കാണാൻ നല്ല രസമാണ്. സ്പ്രിങ് കണ്ടോ, വാഴയൊക്കെ കണ്ടോ. ഇവിടെ വേറെ ടിപ്സ് എന്ന് വെച്ചാൽ വെള്ളത്തിന് ക്ഷാമമില്ല ഇവിടെ. അതാണ് ഇവിടെ വലിയൊരു അഡ്വാൻറ്റേജ്. കാരണം മലയിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടാവും. വെള്ളം പൈപ്പ് വഴി ഓരോ വീടുകളിലൊക്കെ എത്തിക്കും. വെള്ളത്തിന് ഒരു ക്ഷാമമില്ല. അത് 100% ഗ്യാരണ്ടി കേട്ടോ. ഇപ്പം എന്തായാലും അവരെ കാണാൻ പറ്റി. എന്തായാലും പറഞ്ഞു വന്ന ആളെന്തായാലും കാണാൻ പറ്റി. ആ പുള്ളിക്ക് അവിടെ ഒരു ജീപ്പുള്ളത്. ഇപ്പം ആൾക്കാർക്ക് കുറേ അപ്ഡേറ്റ് ആയി. കാരണം വെച്ചാൽ അത് ആ മുറ്റത്തൊക്കെ വണ്ടികൾ കിടക്കുന്നുണ്ട്. ഇപ്പം വരുന്ന വഴികളൊക്കെ വണ്ടികളുണ്ട്. ആ സമയത്തൊന്നും ഞാൻ വരുന്നതിൻ്റെ ആ ലാസ്റ്റ് വരെ അത്ര അഡ്വാൻറ്റേജ് ഇല്ലായിരുന്നു ആൾക്കാരൊന്നും. എന്ന് വെച്ചാൽ കുറച്ച് അത്ര ഡെവലപ്പ് ആവാത്ത സ്ഥലമായിരുന്നു. ഇപ്പം എന്തായാലും കുറേ മാറി, നല്ല മാറ്റം വന്നു. എന്തായാലും എന്താ പറയുക, കാലം മാറുന്നതനുസരിച്ച് മാറുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വരണം. അതാണ് മാറ്റങ്ങൾ പറഞ്ഞത്. ഇവിടെ എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു ഫാക്റ്റ് പറയുകയാണെങ്കിൽ അത് ശരിയാണ്. ആൾക്കാർ എവിടെ താമസിച്ചാലും അവർക്കുള്ള സൗകര്യങ്ങൾ, ഗതാഗതം, എന്താ പറയുക, ടൗണിലുള്ള ഏരിയകൾ, ഗതാഗതം നന്നായിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക, ഒരുപാട് മാറ്റം വന്നു. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പണ്ട് നമ്മൾ ഉരുള് പൊട്ടിയത് കണ്ടോ, പാറ കിടക്കുന്നുണ്ടോ, ഉരുള് പൊട്ടി വന്നതാണ് ശരിക്കും. പണ്ട് ആ കഴിഞ്ഞ അത് നിങ്ങൾ വാർത്തകളിലേക്ക് കേട്ടിട്ടുണ്ടാവും, ഉരുള് പൊട്ടിയ സ്ഥലം. അത്രയും ഇതിനകത്ത് ഉരുള് പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. ചേട്ടാ കേരളത്തോട്ട് നേരെ തന്നെ, വേറെ വഴി തിരിയാനൊന്നുമില്ലല്ലോ. ഈ ഭാഗത്തുള്ള ഒരുപാട് വീടുകൾക്കാണ് ഇത് വന്നിട്ടുള്ളത്, ഉരുളുപൊട്ടി. നമ്മൾ പള്ളി കാണാൻ പോയില്ലേ, ആ പള്ളി കാണാൻ പോയ വഴീൻ്റെ നേരെ പോരുമ്പോൾ അവിടെ നിന്നാണ് ഉരുളുപൊട്ടി വന്നിട്ടുള്ളത്. ആ ഭാഗത്തേക്കാണ് മറ്റേ ഷെംസാൻഡും പോലെ ജിയോ സാൻഡ് എന്ന് പറഞ്ഞ കോറി ഉള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിച്ച് ഉരുളുപൊട്ടി വന്നത്. ഈ ഭാഗത്തുള്ള ഒരുപാട് വീടുകൾ പോയിട്ടുള്ള ആ സ്ഥലമാണ് ഇതൊക്കെ. ഓ, നല്ല ദൂരമുണ്ട് കേട്ടോ. നല്ല ദൂരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. പക്ഷെ അല്ല, അങ്ങനെയല്ല, നമ്മൾ 34 കിലോമീറ്റർ ഇറങ്ങി കേരളത്തോട്ട് അത്ര ദൂരമുള്ളൂ. ചുമ ഒരു രക്ഷയില്ല. അങ്ങനെ ഇവിടത്തേക്ക് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ വേറൊരു ടെസ്റ്റ്, കാലാവസ്ഥ അല്ല, നല്ല ചൂടടിക്കുന്നുണ്ട്. കാലാവസ്ഥ മാറി, ചൂട് വരാൻ തുടങ്ങി. ദേഹത്തൊക്കെ നല്ല ചൂടടിക്കാൻ തുടങ്ങി. കാരണം താഴെയുള്ള കണ്ണൂർ ആ ഭാഗത്തേക്കുള്ള ആ ഒരു ഇത് ഫീലിംഗാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തൊട്ട് കോൺക്രീറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു സ്പേസാണ് അവർ ഇത് പറഞ്ഞു. ഈ കോൺക്രീറ്റ് വന്നതിൻ്റെ എന്താ പറയുക, ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ പഞ്ചായത്ത് എന്താ പറയുക, പഞ്ചായത്ത് രീതിയിലായാലും ഗവൺമെൻറ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു കോൺക്രീറ്റ് ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് പോകാനും വരാനും എന്താ പറയുക ഒരുപാട് ഉപകാരമാണ്. കാരണം ഈ വഴിക്ക് കൂടി ടാറിങ് പോസിബിളാണ്. പക്ഷെ നമ്മുടെ ഗവൺമെൻറ് എന്താ പറയുക,
ഒരുപാട് മൊത്തം ഗുണങ്ങളാണെങ്കിലും നെഗറ്റീവും കുറേ ഉണ്ട്. ഒന്നും പറയാതിരിക്കാൻ വയ്യ. അയ്യോ സൂപ്പർ. ഇതിൻ്റെ റോഡുകളൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടു, ഒന്നും പറയാൻ സൂപ്പറാ. കാരണം ഇത്രയും മലയുടെ മണ്ടയ്ക്ക് കോൺക്രീറ്റൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു അഡ്വാൻറ്റേജ് അല്ലേ. നാട്ടിലെ ഇത് ഇറക്കെന്ന് പറഞ്ഞാൽ ചെറുതൊന്നല്ല, കുഞ്ഞി ഇറക്കമല്ല, അപാര ഇറക്കാണ്. എൻ്റെ ദൈവമേ, ഇവിടുത്തെ കാര്യം പോയാൽ അങ്ങ് പോയി, പിന്നെ തിരിച്ച് കിട്ടും നോക്കണ്ട. ഈ ഭാഗത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ, ഒരുപാട് വീടുകളുണ്ട്. എന്താ പറയുക, ഒരുപാട് വീടുകളുണ്ട്. ഈ താഴ്ഭാഗത്തേക്കൊക്കെ നിറച്ച് വീടുകളുണ്ട്. ഒരു ഇറക്കം കഴിയുമ്പോൾ ഒരു കയറ്റത്തിൽ ഒരു ഇറക്കം ഉണ്ടാവും പറഞ്ഞ പോലെ ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ട്, നല്ല രീതിക്കല്ല. ഓ ലലല്ല, എൻ്റെ ദൈവമേ. ഗിയറൊക്കെ മാറ്റി അതേക്ക് ഇറങ്ങാം. ബ്രേക്ക് കുറവുണ്ട് നല്ല രീതിക്ക്, അതാ ഞാൻ പിന്നെ അത്ര റിസ്ക് എടുക്കാത്ത. ഇവർ കുറച്ച് പീസ് വെച്ചിട്ടേ കുറച്ച് അവർ എന്താക്കി നല്ല രീതിക്ക് ഇറക്കണ്ടേ. ഓ വാട്ട് ഡൂയിങ്, ഐ എം കണ്ടിഫ്തല. സമ്മതിക്കണം കേട്ടോ, ഇവിടുത്തെ ആൾക്കാരെ സമ്മതിച്ചേ പറ്റൂ. നോക്കിയാൽ നിങ്ങൾ അത്ര പണ്ട് വരുമ്പോൾ ഒരു ചെറിയതൊരു പീസാട്ടോ എന്ത് ചെയ്തേ കോൺക്രീറ്റ് ചെയ്തേക്കുന്നത്. ഇത് മൊത്തം കംപ്ലീറ്റ് ഇവിടെ താഴോട്ട് പോയതുപോലെ ഇരിക്കും. തിരിച്ചു വല്ല കയറും കമ്പിയൊക്കെ ഇട്ട് പിടിച്ചുകൊണ്ട് കയറ്റി വരേണ്ട വരും. ബേക്കിലെ ബ്രേക്കേ നല്ല രീതിക്ക് കുറഞ്ഞു. ശരിക്കും കുത്തന, അയ്യോ ഒന്നും പറയാനില്ല, പേടിയാവും. തിരിച്ചു കയറില്ല, എന്തായാലും നടക്കൂല. ഞാൻ കേസിട്ട് വിട്ടിയാ തിരിച്ച് നമുക്ക് ഏതെങ്കിലും റോട്ടിൽ കൂടി വരാം. അയ്യോ ശരിക്കും പേടിയാവും. ബ്രേക്ക് നല്ല രീതിക്ക് കുറഞ്ഞു, അതുകൊണ്ട് ഗിയറിൽ താങ്ങിയില്ലെങ്കിൽ കളി നടക്കൂല. ഓട്ടോറിക്ഷക്കാരൻ പോയിക്കോട്ടെ. കാട്ടിലെ ബൊമ്മയേ നോക്കിയേ നിങ്ങള്. അതൊക്കെ മഴക്കാലമായി കഴിഞ്ഞാൽ അതിഗംഭീരവനാ വഴി. മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഗംഭീരം സൂപ്പറോ. ഓ ആസ്മരിയ. ഓ കാടിനുള്ളിൽ നിന്ന് തെളിഞ്ഞ കയറുമ്പോഴത്തേക്കും നല്ല പ്രകാശം, വളരെ ബ്യൂട്ടി പ്രകാശം. അയ്യോ ഡേഞ്ചർ അഡ്വഞ്ചർ ഡേഞ്ചർ.
അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ കൂട്ടിക്കെട്ടിപ്പോയി. അതാണ് എൻ്റെ ഒരു വലിയ സത്യം. എന്തായാലും നല്ല പുരോഗമിച്ചു ഒന്നും പറയാനില്ല ആൾക്കാരികൾ. എടാ ഈ മേലോട്ട് അങ്ങോട്ടാ പോന്നെ? എന്തോ താഴോട്ട് കേളത്? ആ ഒന്ന് വെറുതെ ആ ഫോൺ അല്ല അല്ല മാങ്കുളം എന്ന് പറഞ്ഞാൽ ഏതാ? മറ്റേ ഇങ്ങോട്ട് പോകുന്നതാണോ? നെടുമ്പോയ്ക്ക്? അല്ല നെടുമ്പോയ്ക്ക് അതിലെ പോകാം, അതിലെ വണ്ടി പോകില്ല, നടന്നു പോവാം. അതിലിങ്ങനെ തോട്ട് കുറച്ച് വഴി ബ്ലോക്കാം. അതിൽ പോയിട്ട് 25 ഉണ്ട്. ആ 25 ഇതിപ്പോ നേരെ കാണത്തോട്ടോ. ഇപ്പൊ നല്ലോട്ട് റോഡ് നന്നായിട്ട് നന്നായി, എല്ലാ വണ്ടിയും പോകുന്നുണ്ടല്ലേ, കാറൊക്കെ പോകുന്നുണ്ട്. അത്ര കുറെ അങ്ങനെയല്ലേ കുറച്ച് ബ്ലോക്ക് മോശമാണെന്നാ പറഞ്ഞ വണ്ടി പോകില്ല. ഇല്ല ഇപ്പൊ ഞാൻ അതിൽ കൂടെ ഇറങ്ങി വന്നേ. നല്ലതാ. മാനന്തവാടിക്ക് പോയതാ? അല്ല അവിടുത്തെ പേരിന്ന് ഇങ്ങോട്ട് 34 ഇങ്ങോട്ടേക്ക് കുഴപ്പമൊന്നുമില്ല, നല്ലതാ. മഴയത്ത് മാത്രം പ്രശ്നമുള്ള അവരെ മണ്ണൊക്കെ ഇട്ട് കല്ലൊക്കെ നിരത്തി ചെളിയാവും, ആ ഒരു പ്രശ്നമുള്ളൂ. ഇതിപ്പോ നേരെ കേളതുണ്ടല്ലോ. ആ വാ. മിഥുൻ. പണിയാ? പണി ബാങ്കിൽ. എന്തോ? ഫെഡറൽ ബാങ്കിൽ. ആ മാനന്തവാടി തന്നെ. ഞാൻ പേരുള്ള കുറേ ഈ വഴിക്ക് വന്നിട്ട് പണ്ട് വന്നയാ. റാവോപ്പൻ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ചാടി, അപ്പം പെട്ടെന്ന് വഴി തിരിഞ്ഞില്ല. എന്റെ പേരെന്നാ? പേരെന്നാ? ഇവിടെ ആ കേരളത്തിലെ വീട് നേരെ മെയിൻ റോഡിലോട്ട്, ടാർ റോഡിന്നാ? ആ ഭാഗത്ത് കുറെ ആൾക്കാർ ഇറങ്ങി പോയല്ലേ. കണ്ടോ, എല്ലാ വീട്ടിലും അത്യാവശ്യം കാലിയാണല്ലോ. മേലെ നിന്ന് ഇറങ്ങി വരുമ്പോ ഒക്കെ കുറേ വീട്ടിൽ കാലിയാണല്ലോ, എല്ലാം പൂട്ടി പോയ പോലെ പൊളിഞ്ഞ കിടക്കുന്നുണ്ട്. ഇതെങ്ങോട്ടാ വഴി? ഇതെങ്ങോട്ടാ? ഇതെങ്ങോട്ടാ? കേളത്ത് വയ്ക്കാം. ഓക്കെ എന്നാ അതിലേ പോ. നല്ല വഴിയല്ലേ? നല്ല വഴിയാ. ഏട്ടത്തോട്ട് ചെന്നിയാണ് ഇവിടെയൊക്കെ കട്ടറ മണ്ണൊക്കെ എടുത്തിട്ടേക്കുന്ന കാരണം അത് പൈപ്പിട്ടേക്കുന്ന കുഴപ്പമില്ല. എന്നാ ഇതിലോട്ടും എവിടെ പമ്പുള്ള പമ്പ് കുറച്ചും പോയാൽ. ഇപ്പം നമ്മൾ ജില്ലയിലെത്തി. കേരളം എന്ന് പറഞ്ഞ സ്ഥലത്തും കൂടെ പോകുന്നത് നമുക്ക് എണ്ണ അറിയാം. വണ്ടി കയറിയിട്ട് എണ്ണ അടിച്ച് കഴിഞ്ഞ് ഇനി അടുത്ത വീഡിയോയിൽ എല്ലാവരും കാണുന്നവരെ എല്ലാവരും നന്ദി പറയുകയാണ്. എല്ലാവരും വീഡിയോ പരമാവധി എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.